തിരക്കാണോ? ഒന്നിങ്ങോട്ട് വരുമോ? ഒന്നുമില്ല. അയ്യോ, ഞാൻ ഈ നേരത്ത് കഴിക്കാറില്ല. കഴിക്കാനല്ല, ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. അതെ, നിന്റെ അമ്മായിയമ്മയായിട്ട് കോംപ്രമൈസിലാണെങ്കിൽ എന്നെ കിട്ടൂല. കോംപ്രമൈസ് ഒന്നും അല്ല, വേറൊരു കാര്യം പറയാന്. നന്നായിരിക്കാം. അമ്മ ഒന്നിങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയാനാ. അച്ഛനായിട്ടുള്ള വഴക്ക് തീർക്കാനാണ് എന്നെ വിളിക്കണ്ട. വഴക്ക് തീർക്കാനൊന്നും അല്ല, വേറൊരു കാര്യം പറയാൻ. വേറെന്ത് കാര്യ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടിരുന്ന അമ്മൂമ്മയ്ക്കും ആന്റിക്കും കേശുവിനൊക്കെ സങ്കടാവൂലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പിന്നെ എനിക്കാണോ പിണക്കം? ഞാൻ ഈ സിദ്ധുവിന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കിടന്ന് ബഹളം വെച്ചത്. നമുക്കറിയാമോ, അവന്റെ പഠിത്തം കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ അവന് ഗൾഫിൽ ഒരു ജോലി റെഡിയാക്കി കൊടുത്തത്. അവൻ അവിടെ നല്ല പൊസിഷനിൽ എത്തുകയും ചെയ്ത്. ഇപ്പോഴും അവന് നല്ല ചാൻസ് ഉണ്ടപ്പോ അവിടെ. എന്നാ പിന്നെ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ വിട്ടാ പോരായോ? തന്നെയല്ലേ ഞാനീ പറയണത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഇത് നേരെ വിളിച്ചൊക്കെ പറഞ്ഞാ പോരാ, പ്രശ്നം കഴിഞ്ഞല്ലേ? അളിയനെ വിളിക്കുന്നവനെ അല്ല, അതിപ്പോ വിളിക്കണോ? പിന്നെ വിളിച്ചാ പോരെ? ഇപ്പവേ കൂപ്പിടുങ്ങളെ. നിങ്ങക്ക് എന്താ പേടിയാണോ അവനെ വിളിക്കാൻ? എന്റെ മോനെ വിളിക്കുന്നതിന് ഞാൻ എന്തിനാണ് പേടിക്കണത്? എന്നാ പിന്നെ വിളിക്ക്. അല്ല, അവനിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ്. അവനെ ഞാൻ വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ ഇത്രയൊക്കെ അറിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? അല്ല, വിളിക്കാല്ലേ? ശരിക്കും ഇവളാ എല്ലാം വിളിച്ച് ചോദിക്കേണ്ടത്. അതെങ്ങനെയാ? ഇപ്പൊ എന്ത് ജോലിക്കാരത്തിന് അവൻ പോയിരിക്കാൻ നമുക്ക് വിളിച്ചു ചോദിക്കാൻ പേടിയല്ലേ? അല്ലേ? പക്ഷെ ഞാൻ സിദ്ധുവിനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത്? ലച്ചൂസേ, ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ എന്നല്ലേ പറഞ്ഞേ? അതെ, ഇത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഊഹിക്കാലോ, എന്റെ മോനല്ലേ അവൻ. ഇവിടെ നോക്കിയാ നീ, അവന്റെ ജോലി കാര്യത്തിലും അവൻ ഇപ്പൊ പോയിരിക്കുന്ന ബിസിനസ് കാര്യത്തിലും നിനക്കൊരു വ്യക്തത ഇല്ലാത്തോണ്ടല്ലേ ഇന്നലെ ഞാൻ വന്നപ്പോ മുതല് എന്റെ കണ്ണി പെടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്? കറക്റ്റ്. ഇത് അമ്മയ്ക്ക് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറയാൻ പാടില്ലായിരുന്നു. ഞായറാഴ്ച എന്നെ പറയാൻ പാടില്ലായിരുന്നു. നീ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനു വേണ്ടിട്ടാ. നിങ്ങൾ എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? വിളിക്കാവനെ, വിളിക്കാൻ. പിന്നെ വിളിച്ചാ പോരെ? വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചേ. എന്ത് ബിസിനസ്സിനാ പോയിരിക്കുന്നത്, എന്നാ വരുന്നൊക്കെ. അതെ, എനിക്കാരെയും പേടിയില്ല. എനിക്ക് വിളിക്കണ എന്താണോ? എന്റെ മോനല്ലേ, ഞാൻ വിളിക്ക്. ആ സിദ്ധു, എന്താണ് അവിടുത്തെ വിശേഷങ്ങള്? ആ അല്ല, ഈ മംഗലാപുരത്ത് എന്താ പരിപാടി? ഓ ആ ഓ ഓ ഓ ശരി 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 മോനെ, ഇതൊക്കെ നല്ല പരിപാടി തന്നെയാണ്. അത് അച്ഛന് ഇഷ്ടവുമാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മക്കത് വേണ്ട. കാരണേ ദുബായില് നിന്റെ ജോലി അവിടെ അതിന് നല്ല സാധ്യത ഇല്ലടാ. അല്ല, അച്ഛൻ പറയട്ടെ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്. പോയ കാര്യം നീ മാറ്റി വെച്ചിട്ട് നീ ദുബായിക്ക് പോകും. അല്ലടാ, അത് നമുക്ക് വന്നിട്ട് സാവധാനം ചെയ്യാല്ല. അത് മതി. അതാണ് നല്ലത് കേട്ടാ. പിന്നെ അളിയനും മങ്ങളൊക്കെ എന്തോ വേണം? സുഖമായിട്ടിരിക്കണ? എന്തായാലും നീ അവിടെ വരെ ചെന്നതല്ലേ, അളിയന്റെ കൂടെ 2 ദിവസമൊക്കെ നിന്നിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വാ. ശരി, ഓക്കേടാ. എന്താ അവൻ പറഞ്ഞേ? അച്ഛന്റെ താല്പര്യം അതാണെങ്കിൽ അവനത് മതി എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ അമ്മ, അച്ഛനൊരു വാക്ക് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് സിദ്ധു പോകത്തില്ല. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര സ്ഥിതിക്ക്
നമുക്ക് എല്ലാവരും കൂടെ വൈകിട്ടൊന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എന്ത് പറയണ് അതിനെന്താ? ചേച്ചി ഹാപ്പി ആയില്ലേ? ലച്ചു ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. എന്നാ പിന്നെ ഒന്ന് പുറത്തു പോകുമ്പോ ഫുൾ ചെലവ് ചേച്ചിടാം.